സത്യത്തില് നിന്റെ ധൈര്യം എന്നെ അതിശയപ്പെടുത്തുക. കുറച്ചേരം കാത്തു നിന്നിട്ട് നീ തിരിച്ചു പോകുമെന്ന് ഞാൻ കരുതിയത്. എന്നെ തേടി വരാൻ മാത്രം. അല്ല പൗഴം, കൊഞ്ച നേരം കാത്തു നിന്നിട്ട് നീ തിരുമ്പി പോവേന്നതാ ഞാൻ കരുതിയത്. എന്നെ തേടി വരാൻ മാത്രം നീ എന്നെ അത്രയ്ക്ക് അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടോ? ആ 3:30 മണിക്ക് രാമേശ്വരത്തേക്ക് ഒരു ബസ് ഉണ്ടെന്നല്ലേ നീ പറഞ്ഞത്? തൽക്കാലം അതിന് പോവാം. രാമേശ്വരത്തിന് അപ്പുറം പിന്നെ കടല. പിന്നെ 2 വഴിയുള്ളൂ. ഒന്നുകിൽ നേരെ കടലിലേക്ക് നീന്താം, അല്ലെങ്കിൽ മണപ്പുറത്ത് കടല വിറ്റ് കിടക്കാം. எங்க கண்ணு முன்னாடியே பவளத்தை கடத்திட்டு போகலாம்னு பாக்குறியா? அடிங்கடா. பஞ்சாயத்து கூடி 1/2 மணி நேரம் ஆச்சு. தலைவர் வாயே திறக்க மாட்டேங்கிறாரு. தப்பு யார் செஞ்சாலும் அது தப்பு தானே. அப்ப தலைவர் பொண்ணு பண்ணது தப்புங்கிற. கவுண்டர் ஐயா, தண்டனை கொடுக்க போறது இந்த மலையாளத்தானுக்கா உங்க பொண்ணுக்கா? எல்லாத்துக்கும் தீர்ப்பு சொல்ற கவுண்டரே வாயடைச்சு போயிட்டாரு. இந்த பஞ்சாயத்துல இனிமே என்னென்ன நடக்க போதோ.
மன்னிக்கணும் கவுண்டரையா, அவன் ஒரு நல்ல பையன் தான் எனக்கு தோணுது. அவனுக்கு ஒரு இடம் கொடுத்து ஆதரிச்சு தப்புன்னா என்ன தண்டிச்சிருங்க, அவனை விட்டுடுங்க. உன்னை கண்டன் துண்டமா வெட்டிடுவேன். போய் வெண்டைக்கா வெட்டி கவுண்டருக்கு சாம்பார் வச்சு கொடுப்பா. തെറ്റാര് ചെയ്തോ എന്തോ പഞ്ചായത്ത് പിരിച്ചുവിടാതെ പയ്യനെ ഇവിടെ നിർത്തുന്നത് ശരിയല്ലേ? രാമനാഥപുരം ജില്ലാ എംപിയുടെ സ്വന്തക്കാരൻ தான் അവൻ. கொஞ்சம் ராஷ்டிரிய பந்தம் இருக்கு. நிறுத்தியா? அந்த பையன் என் கழுத்துக்கு கத்தி வச்சிருக்கான். நீ நடனா கதை சொல்லிட்டு இருக்கிற. என்ன சொன்ன? எம்பிக்கு சொந்தக்காரனா? எம்பி ஆவது மசராவது? நான் நினைச்ச உன் ஆபீஸை கொளுத்தி சாம்பலாக்கிறேன். பாக்குறியா? വേണ്ട, ഞാൻ പാത്തിരിക്ക്. അവൻ വന്ന അന്ന് മുതൽ തന്നെ ട്രാൻസ്ഫർ എഴുതി തന്നിട്ടുണ്ട്. അതൊന്ന് ശരിയാക്കി അവനെ എങ്ക ഇരുന്ന് പട്ടം പറത്തല്ലേ ബുദ്ധി. ஏண்டா இவனை தூக்கி நெருப்புல போட்டுடுவோமாடா? என்னடா முறைக்கிற? குளிருதான். வா வந்து நெருப்புல விழு, குளிரெல்லாம் பூடும். என்னங்க, நடந்தது நடந்து போச்சு. நம்ம வாழ்க்கையோட நாமே விளையாடுறது நல்லது இல்லைங்க. அந்த பையனை பஞ்சாயத்தில் நிக்க வச்சுட்டு நீங்க ஜெயிச்சிடலான்னு நினைக்கிறீங்களா? ஒருத்தனோட ஓடி போன நம்ம பொண்ணு இன்னொருத்தன் கல்யாணம் பண்ணிக்குவான்னு நினைக்கிறீங்களா? இல்ல இந்த மாரிமுத்து தலையில நம்ம பொண்ணை கட்டி வச்சிடலான்னு நினைக்கிறீங்களா? அது மட்டும் நடக்காதுங்க. എല്ലാം നല്ല ഫിറ്റാ, വേണമെങ്കിൽ ഇപ്പൊ രക്ഷപ്പെടാം. വേണ്ട, ഇനി രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഞാനുള്ളൂ. അവരെന്നെ കൊല്ലു കൂട്ടുന്നേരെ. താൻ എന്തിനാ ഈ ബുദ്ധിമോശം കാണിക്കാൻ പോയി? ബുദ്ധിമോശോ? കാണാൻ കൊള്ളാവുന്നൊരു പെൺകുട്ടി സ്നേഹിച്ചു വന്ന് വിളിച്ചപ്പോ ഒന്ന് നാട് വിടാൻ തോന്നിയ ബുദ്ധിമോശ? ഞാനും ഒരു അര കൗണ്ടറല്ലേ കൂട്ടുന്നേരെ. ഒരു പപ്പടം കിട്ടാൻ വല്ല വഴിയുണ്ടാവോ? ഞാനതങ്ങ് മറന്നുപോയി. ഇത് നിന്റെ അവസാനത്തെ അത്താഴാവും. അതും എന്റെ കൈ കൊണ്ട് തന്നെ വേണമെന്നാവും ഈശ്വരനിശ്ചയ. എന്റെ ദേഹത്ത് ആരെങ്കിലും കൈവച്ച ഒരുത്തിന്റെങ്കിലും കൈ വെട്ടിയിട്ട് ഞാൻ അതിന് നിന്നു കൊടുക്കൂ. ആ തറവാടത്തെ ഞാൻ എന്തായാലും കാണിക്കും. കുട്ടനാര് പേടിക്കണ്ട. ഈ മനുഷ്യൻ നോക്കി പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായി. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തൊലയ്ക്കടോ. வாயை திறந்து சொல்லுங்க மாமா, இவனை பீஸ் பீஸா கிழிச்சிடுறேன். இனிமே இப்படி ஒரு சம்பவம் நம்ம ஊர்ல நடக்க கூடாது. பிரச்சனை எங்க கிட்ட விடுங்க, மீதியை நாங்க பாத்துக்கிறோம்.
பொறுத்தேன்றதான் நம்ம தமிழ் பண்பாடு. இந்த தாலி என் பொண்ணு கழுத்துல கட்டு. ഒരു താലി കെട്ടിക്കഴിഞ്ഞ് അന്നത്തെ സൂര്യൻ അസ്തമിച്ച നമ്മുടെ നാട്ടിൽ ആദ്യരാത്രിയായി. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സൂര്യൻ അസ്തമിച്ച പിന്നെ പകല. അത് ഇവരുടെ കൂട്ടത്തിലൊരു ചടങ്ങാണെന്നേ. ഇവിടെ ആദ്യ രാത്രിക്ക് ഒരു മുഹൂർത്തമുണ്ട്. അതാണ് ശാന്തി മുഹൂർത്തം. അതെപ്പോഴാ? അത് തന്നെ തലയെഴുത്ത് പോലിരിക്കും. സത്യം പറയല്ലേ കുട്ടനായരെ, ശാന്തി മുഹൂർത്തമൊക്കെ ആസ്വദിക്കണമെങ്കിൽ മനസ്സിനൊരു ശാന്തി വേണം. ഞാനിപ്പോ എന്താ ചെയ്യാ? ആ കൗണ്ടർ നിനക്കൊരു വീട് തരുമെന്നല്ലേ പറഞ്ഞ്? ശാന്തിയോട് താമസിക്കേ. അതിലും നല്ല അതിനകത്ത് ശാന്തിയോടെ തൂങ്ങുന്നതാ. കുട്ടനായരന്റെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ. മൂപ്പര് ഇതിലും വലിയ കൗണ്ടറാ. അത് കൗണ്ടറല്ല, ആറ്റം ബോംബാ. ഇത്ര പാരവശ്യം നീ താനെന്തിനോ അർദ്ധരാത്രി അവള് കൊണ്ടു കുതിരവണ്ടി കയറി ഒരു ആവേശത്തിന്റെ പുറത്ത് കയറിപ്പോയതാ. ഇപ്പൊ എനിക്ക് ഭയം തോന്നുന്നു. എന്നാലെ കൗണ്ടർ ഇത്ര പെട്ടെന്ന് എടുത്തു ചാടണ്ടായിരുന്നു. ഈ സംഭവം അങ്ങനെ എന്റെ വീട്ടിലറിഞ്ഞ് അവരെന്നെ വെട്ടിക്കൊല്ലും. സത്യത്തിൽ എനിക്ക് പേടിയാവുന്നു കുട്ടനായരെ. ഞാനിപ്പോ വീഴും. നീ എല്ലാം മുരുകന് വിട്ടോട്, അവൻ വഴി കാണിച്ചു തരും. ഹരി ഹരി, തനിക്ക് ഭാഗ്യം തെളിഞ്ഞോ മാപ്പിളെ? താലി കെട്ടിക്കഴിഞ്ഞ് പെണ്ണ് വീട്ടിലെത്തിയതും ഉനക്ക് ട്രാൻസ്ഫർ ഓർഡർ വന്നിരിക്കും. എങ്ങോട്ടാ? ഹരിയുടെ നാട്ടിലേക്ക്. എന്താ എന്താ അയ്യോ എന്താ എന്ത് പറ്റി എന്ത് പറ്റി? ഒന്നുമില്ല, സന്തോഷം വരുമ്പോ എനിക്കിങ്ങനെയാ. ഞാനങ്ങ് പേടിച്ചു. അച്ഛാ, ഗോപികൃഷ്ണ, കണ്ണപ്പമാവാ വന്നിരിക്കണോ വന്നിരിക്കണോ, എഴുത്ത് വന്നിരിക്കണോ. കലക്കാതെ കാര്യം പറ. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ. ഹരീഷ്ണ വരുന്നുണ്ട്. അവൻ ഇങ്ങോട്ട് മാറ്റം കിട്ടിയത്രേ. അതേതായാലും നന്നായി. അല്ലെങ്കിലും അവന് നമ്മളെ പിരിഞ്ഞിരിക്കാൻ പ്രയാസമാ ചെബി. അമ്മയുടെ അസുഖം എങ്ങനെയുണ്ട്? മറുപടി വൈകിയത് എനിക്ക് അസുഖവും ഒക്കെ ആയിരുന്നു. എപ്പോഴാ കണ്ണപ്പ അവൻ ആ, വരുന്നത്? അത് തന്നെയാ ഞാനും തപ്പുന്നത്. അവനിൽ എഴുതിയ തീയതി കുളത്തിൽ വീണ് പോയെന്നാ തോന്നുന്നു മച്ചമ്പി. അയ്യോ, നിന്നോട് ആര് പറഞ്ഞത് നനയ്ക്കാൻ? അവൻ വരുന്നു അറിഞ്ഞപ്പം, അല്ല ആ വീട്ടുവേലയ്ക്ക് അമ്മയെ സഹായിക്കാൻ ഒരാളെ കൊണ്ടുവരുന്നു അറിഞ്ഞപ്പോ ഉണ്ടായ ആവേശത്തിൽ ഞാൻ ചാടിപ്പോയതാണ് അച്ഛാ. വന്നതൊന്നും പോരാഞ്ഞിട്ട് ഇനിയിപ്പൊ അവൻ ആരെയാണോ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? ആണോ പെണ്ണോ? അതേ ഉള്ളൂ ഇപ്പൊ ഒരു മാർഗം. അവിടെ അമ്മയ്ക്ക് അകത്തൊരാളെ ആവശ്യമാണ്. ഈ പവിഴത്തെ ആ വേഷത്തിൽ നിന്ന് കൊണ്ടുപോകും. പിന്നെ വരുന്നൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമായി കരുതി സമാധാനിക്കാം. എന്റെ തല കറങ്ങുന്നല്ലോ കുട്ടനായരെ. തന്റെ തലയല്ലേ കറങ്ങുള്ളൂ. എനിക്കിത് കേട്ടിട്ട് എന്റെ ദേഹം മുഴുവൻ കറങ്ങുന്നു. ആട്ടെ, പവിഴം എന്താ പറഞ്ഞേ? உங்க வீட்டுக்கு நீங்க மாத்திரம் போக போறது சொல்றதுக்கு தான் என்ன இங்க கூட்டிட்டு வந்தீங்களா? செத்தாலும் சரி, உங்களை விட்டு நான் இங்க தனியா இருக்க மாட்டேன். ഭാര്യയാണെന്ന് പറഞ്ഞ് നിന്നിപ്പൊ അങ്ങോട്ട് കൊണ്ടുവന്ന് അവരെന്നെ തൂക്കിക്കൊല്ലും. ദൈവം, എന്ത് പരീക്ഷണത്തിന് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത്. போன திரும்பி வருவீங்கன்னு என்ன நிச்சயம்? പവിഴം, ഞാൻ പറയുന്നത് வேண்டாங்க, என்ன விஷம் வேணாலும் போடுறேன், உங்க கூடவே வர்றேங்க. എന്നാലും താലി കെട്ടിയൊരു പെണ്ണിനെ വേലക്കാരിയാക്കുന്നത് ശരിയാണോ? എനിക്ക് വയ്യ, പേടിയാവുന്നു. உங்களுக்கு நான் வேலைக்காரி இல்லையே, தாலி கட்டின பொண்டாட்டி. என்னால தானே உங்களுக்கு இவ்ளோ கஷ்டம் வந்துச்சு. எது வந்தாலும் நான் சகிச்சுக்கிறேன். എനിക്ക് അച്ഛനെ പേടിയാ, ഏട്ടന്മാരെയും പേടിയാ, അമ്മാവനെയും പേടിയാ. തെറ്റി അവരെല്ലാ ബന്ധവും മറക്കും. നേരായ വഴിക്കാണെങ്കിലോ പൊന്നു പോലത്തെ സ്നേഹവും. ഓ, നിന്റെ അച്ഛനെങ്ങാനിത് അറിഞ്ഞ ആലോചിക്കുമ്പോ വീണ്ടും തലയുറ്റുക. അപ്പോ നീ തയ്യാറാണ്? ഒരു ശാന്തി മുഹൂർത്തവും കുറിച്ച് വാങ്ങി നമ്മൾ സ്ഥലം വിടുന്നു. നീ ധൈര്യമായിട്ട് പോ. വല്ല കുഴപ്പം വന്നാൽ ഓടിയാ മതി. ശവത്തെ കുത്തരുത്. അതല്ല ഞാൻ പറഞ്ഞു. மழற தனியா போறோம்னு பயப்படுறியா? நாங்கெல்லாம் அடிக்கடி உன்னை வந்து பாத்துக்கிறோம். குட்டன் நாயர, நானும் மாப்பிள்ள கூட போலான்னு இருக்கிறேன். நீயும் வரல. ഓ, പിന്നെ നെഞ്ചിൽ പിടിച്ചു. കൈയിട് കൈയിട്, വഴിയുണ്ടാക്കാം.
நாயர, நான் என் பொண்ணை ரொம்ப செல்லமா வளர்த்துட்டேயா. மாப்பிள்ளை வீட்டுல அவளை கண்கலங்காம பாத்துக்குவாங்கல்ல. അവിടുത്തെ ജീവിതം അവൾക്കൊരു അനുഭവമായിരിക്കും. ரொம்ப தங்கமான இடம் தானே, கவலையே வேண்டாம். அம்மாடி மாப்பிள்ள கூப்பிடுறாரு, என்னன்னு போய் கேளு. போ. என்ன அப்படியா? என்னங்க மாப்பிள்ள அவங்க அப்பா அம்மாவோட கலந்து பேசி சம்பந்தி மரியாதையோட நம்மள அழைச்சிட்டு போகணும்னு நினைக்கிறாரு. அடேடே, அப்படியா? அதுவும் சரிதான். அப்படி போறதுதான் நம்ம கௌரவத்துக்கு மரியாதை. குட்டநாயர, நீ போயிட்டு வந்து விஷயத்தை சொல்லு. എന്റെ ഗുരുവായൂരപ്പ, அதே யாரு? എന്റെ അച്ഛൻ.